ഓർത്തഡോക്സ് സഭയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങളും എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുന്ന ദിയസ്കോറോസ് മെത്രാനെ നിലയ്ക്ക് നിർത്താൻ കാതോലിക്ക ബാവയ്ക്ക് കഴിവില്ലേ? എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണി പല തവണയായി. വിശ്വാസി സമൂഹം കടുത്ത പ്രതിഷേധത്തിലാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ സഭയുടെ പേരിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ദിയസ്കോറോസ് മെത്രാന് എന്താണ് അധികാരം? മദ്യവർജന സമിതി എന്നും പറഞ്ഞു ഒരു വിഭാഗം സഭയ്ക്കില്ലേ? അവരുടെ വായിൽ എന്താ നാവില്ലേ? അവരുടെ പണി എന്താണ്? വിറകു വെട്ടാനും വെള്ളം കോരാനും മാത്രമാണോ അവരുടെ ജോലി? ലഹരിക്ക് വീര്യം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും എല്ലാ ലഹരിയും വിഷമാണെന്നുമാണ് സഭയുടെ നിലപാടെന്നാണ് ദിയസ്കോറോസ് മെത്രാൻ പറഞ്ഞത്. ചെറിയ ലഹരി മിഠായികളിൽ നിന്ന് തുടങ്ങി കുട്ടികൾ പിന്നീട് മാരകമായ മയക്കുമരുന്നുകളുടെ പിടിയിലാകുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കിയാൽ യുവാക്കൾ മാരക ലഹരി തേടി പോകില്ലെന്ന വാദം യുക്തിരഹിതമാണെന്നും മെത്രാൻ പറയുന്നു. ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് സർക്കാർ അധികാരത്തിലിരിക്കുന്നത്, അല്ലാതെ അവരെ ലഹരിയുടെ അടിമയാക്കാനല്ല. സ്ത്രീകളുടെ സൗജന്യ യാത്ര, വയോജന വകുപ്പ് തുടങ്ങിയ മാതൃകാപരമായ തീരുമാനങ്ങളെടുത്ത സർക്കാരിൽ നിന്ന് ജനക്ഷേമകരമായ നയങ്ങളാണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും മദ്യനയത്തിലെ ഈ തെറ്റ് സർക്കാർ തിരുത്തുമെന്നാണ് കരുതുന്നതെന്നും മെത്രാൻ പ്രസ്താവനയിൽ പറയുന്നു. ഈ വിഷയത്തിൽ VM സുധീരനെ പോലുള്ളവർ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നതിന് സഭ സ്വാഗതം ചെയ്തു. ഏത് സർക്കാർ വന്നാലും ലഹരിക്കെതിരായ സഭയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. മദ്യവർജന സമിതിക്കാരെ നോക്കുകുത്തിയാക്കി മെത്രാൻ കയറി ആള് കളിക്കുന്നത് 3 മാലയ്ക്ക് വേണ്ടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന വിശ്വാസികൾക്ക് അറിയാം. നിയുക്തനാകാനുള്ള വെപ്രാളത്തിൽ വള്ളിക്കെട്ടുകളിൽ ചെന്ന് വീണ് സ്വയം നാറുന്നു. സഭയുടെ എല്ലാ വിഭാഗത്തിന്റെ അപ്പോസ്തോലനാകാൻ ശ്രമിക്കുന്ന മെത്രാനെ എല്ലാ വിഭാഗങ്ങളുടെയും ചുമതല നൽകണം. അതിനൊന്നും വേറെ മെത്രാന്മാരെ നോക്കുകുത്തികളായി വയ്ക്കരുത്. വരുന്ന ദിവസം തന്നെ തിരുവനന്തപുരത്ത് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. ഇങ്ങനെ ആചരണവും പ്രചരണവുമായി നടക്കാൻ ഇവർക്കെല്ലാം സാധിക്കൂ. പിന്നെ ദിയസ്കോറോസ് മെത്രാൻ ഇതൊക്കെ ചെയ്യണം. മദ്യവർജന വിഭാഗത്തിലെ ചുമതലക്കാർ അതിന് യോഗ്യതയുള്ളവരല്ലെന്ന് ദിയസ്കോറോസ് മെത്രാന് നന്നായി അറിയാം. വ്യാജനും ഒട്ടകവുമൊക്കെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അവർക്കൊന്നും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ജനം ചാട്ടവാറെടുക്കില്ലേ? അത് നന്നായി അറിയാവുന്ന ആളാണ് ദിയസ്കോറോസ് മെത്രാൻ. വ്യാജനും ഒട്ടകത്തിനുമൊക്കെ അല്പം ഉളുപ്പ് വേണം. ഇതിന്റെയൊക്കെ മുന്നിൽ കയറി നിൽക്കാൻ. കഷ്ടം തന്നെ.